ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ശക്തമായ ഒഴുക്കിൽ രൗദ്രഭാവം പൂണ്ട ഭാരതപ്പുഴയ്ക്ക് ഇന്ന് അല്പം ശാന്തതയുണ്ട്. ശാന്തത കൈവരിച്ച ഭാരതപ്പുഴ റോഡിലേക്ക് കരകവിഞ്ഞിരുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ വെള്ളം താഴ്ന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം താഴുന്നതും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങളുടെ സഞ്ചാരത്തിനും വലിയ ഓട്ടം തട്ടുന്നില്ല. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മറ്റേ കഴിഞ്ഞ ദിവസം ഒഴുകിപ്പോയ വെള്ളത്തിൻ്റെ രൂക്ഷത വെളിവാക്കുന്നതാണ് ഈ ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ. പുഴയ്ക്കുള്ളിൽ ചാഞ്ഞു കിടക്കുന്ന മരങ്ങൾ ഒഴുക്കിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ശാന്തിതീരം ശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് ആണ് വരുന്നത്. ആംബുലൻസ് ഏതാണ്ട് മുഴുവൻ വെള്ളത്തിലായ രീതിയിലാണ് കടന്നു വന്നത്. മറ്റ് ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുപോയപ്പോഴുണ്ടായ പ്രതിഷേധ തടയലുകളുമെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒരു പ്രളയത്തിന്റെ ഒരു ദിവസം കടന്നുപോയത്. മൃതദേഹങ്ങൾ വന്നത് ഇവിടെ സംസ്കരിക്കാൻ കഴിയാതെ, വെള്ളം കയറിയതിനാൽ സംസ്കരിക്കാൻ കഴിയാതെ തൊട്ടടുത്ത വളത്തോൾ നഗർ പഞ്ചായത്തിലെ പുതുശ്ശേരി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടുത്തെ സമീപവാസികളുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനെല്ലാം ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്പ്രം ഭാഗത്തേക്കുള്ള റോഡ് ഇന്ന് തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ പല ഭാഗങ്ങളും മണ്ണ് ഇടിഞ്ഞ് താഴ്ന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിൻ്റെ ശേഷിപ്പുകളെല്ലാം ഈ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇതുപോലെ തട്ടുകടകളിലും എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഒലിച്ചു പോയതിൻ്റെ ശേഷിപ്പുകളായി പല സാധനങ്ങളും പുഴയിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ഈ കാണുന്ന ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള പ്രദേശമെല്ലാം ഇന്നലെ വെള്ളത്തിനടിയിലായിരുന്നു. ഈ ഓപ്പൺ ജിമ്മിൽ ഉപയോഗിക്കേണ്ട സാമഗ്രികളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ഒന്നും തന്നെ ഇന്നലെ പുറമെ കണ്ടിരുന്നില്ല. അത്രമാത്രം ഉയരത്തിൽ വെള്ളം ഉയർന്നിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം താഴേക്ക് പോയിട്ടുണ്ട്. താഴേക്ക് പോയതോടുകൂടി തന്നെ ഈ ശക്തമായ ഒഴുക്കിൽ ഓപ്പൺ ജിമ്മിൻ്റെ വശങ്ങൾ പൂർണ്ണമായും പുഴയിലേക്ക് തകർന്നടിഞ്ഞ കാഴ്ചയാണിത്. പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശത്തെ കോമ്പൗണ്ട് വാൾ, സംരക്ഷണ ഭിത്തി തകർന്ന് പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന ഭാഗം നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടി ഉയർത്തിയിരുന്നു. എന്നാൽ വീണ്ടും ഈ പ്രളയത്തിൽ അതെല്ലാം ഒടിഞ്ഞു പുഴയിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. ശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ടൈൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൽ നിർമ്മിച്ച കൈവരിയും പുഴയിലേക്ക് പോയി. മരങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമെല്ലാം ഈ ഓപ്പൺ ജിമ്മിലെ വശങ്ങളിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പുഴയിലേക്ക് പോയിട്ടുണ്ട്. പ്രളയത്തിൽ തകർന്ന ഭാരതപ്പുഴയുടെ ഓരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കുറേ പേർ പാലത്തിന് മുകളിലും അതുപോലെ തന്നെ താഴെയുമായി ദൃശ്യങ്ങൾ പകർത്താനും മറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളെല്ലാം എല്ലാവരും എടുക്കണം. പെട്ടെന്ന് പുഴയിൽ വെള്ളം കയറുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെത്തുമ്പോൾ അവർ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പും അതുപോലെ ഫയർഫോഴ്സും നഗരസഭാ അധികൃതരുമെല്ലാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ചതുപ്പ് നിലത്തിൽ വെള്ളം നിറഞ്ഞ ഷൊർണൂരിൻ്റെ ഭാരതപ്പുഴയോരം ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ മുഴുവൻ ഇന്നലെ വെള്ളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ വെള്ളമെല്ലാം താഴ്ന്നിട്ടുണ്ട്.
ആ വെള്ളം ഒലിച്ചിറങ്ങിയ പാടാണ് ഇപ്പോൾ കാണുന്നത്. ഒലിച്ച് ഭാരതപ്പുഴയിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ് അത്. കൊച്ചിൻ പാലത്തിൻ്റെ താഴെ കൂടെയാണ് പുഴയിലേക്ക് പോയത്. കൊച്ചിൻ പാലത്തിൻ്റെ ബ്രിഡ്ജ് നിൽക്കുന്ന തൂണുകളോട് ചേർന്നാണ് ഈ വെള്ളം ഒഴുകി പുഴയിലേക്ക് പോയത്. പുഴയുടെ കുത്തൊഴുക്കിൽ രൗദ്രഭാവം പൂണ്ടൊഴുകിയ പുഴയുടെ കുത്തൊഴുക്കിൽ തകർന്നുപോയ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ശേഷിപ്പുകളാണിത്. പാലത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന പ്രതലമെല്ലാം ഒലിച്ചുപോയി. പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ ഇരുമ്പ് ഗർഡറുകൾ പോലും നീങ്ങിയിട്ടുണ്ട് അങ്ങോട്ട്. ആ കാഴ്ചയാണ് അത് കാണുന്നത്. ഇപ്പം ആ പാലത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളൊന്നും തന്നെ, ഒരു താഴത്തേക്ക് കൂപ്പുകുത്തിയ കോൺക്രീറ്റ് ഭാഗങ്ങൾ പൂർണ്ണമായും പോയിട്ടുണ്ട്. ആ പോയ കാഴ്ചയാണത്. ഒരു നൂറ്റാണ്ട് കാലം യാത്രാ സൗകര്യമൊരുക്കിയ കൊച്ചിയെയും ഷൊർണൂരിനെയും ബന്ധിപ്പിച്ച മലബാറിന്റെ കവാടമായി അറിയപ്പെടുന്ന പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടിയാണ്. പഴയ കൊച്ചിൻ പാലത്തിന്റെ തൂണുകളും അടർന്ന് അടിത്തറ ഇളകി ചെരിഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ മഴയ്ക്കോ അല്ലെങ്കിൽ ഇത്രയധികം ശക്തമായ മഴകൾ നേരിട്ട ഈ പാലം ഇതുവരെ ഈ ഒരു രീതിയിൽ പാലത്തിന്റെ തൂണുകളോ പ്രതലമോ തകർന്നിരുന്നില്ല. അത് തകർന്ന് ഒലിച്ച് പോയ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പുഴയുടെ രൗദ്രഭാവം കാണണമെങ്കിൽ ഈ കുത്തൊഴുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത്രമാത്രം ഭീകരമായ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. പാലത്തിൻ്റെ ഗർഡറുകളിൽ തങ്ങി വലിയ ഓളങ്ങളുണ്ടാക്കിയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. അതിനപ്പുറത്തൊരു തടയണ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്ത വിധം പുഴ നിരപ്പായി ഇരു കരകളും മുട്ടി ഒഴുകുന്നുണ്ട്. അതിന് നടുവിലെവിടെയോ ഷൊർണൂരിൻ്റെ സ്വന്തം തടയണയുണ്ട്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല, ഒരു കരയും മുട്ടി ഒഴുകുന്നത് കൊണ്ട് തന്നെ. ഷൊർണൂർ ചുടുവാലത്തൂരിലെ ഭാരതപ്പുഴയെ ഓരത്തോട് ചേർന്ന് കിടക്കുന്ന ചുടുവാലത്തൂരിലെ ഈ വീടുകളിലെ ചുമരിനോളം ജനലിനോളം തന്നെ പകുതിയോളം തന്നെ വെള്ളം കയറിയ പ്രദേശമാണിത്. അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്ന വണ്ടികൾ, മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിനടിയിലായിരുന്നു. ഈ വീടുകളിലുള്ള ഇവിടുത്തെ 10ഓളം വീടുകളിലുള്ളവരിപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ആ വീടുകളെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ വീടിനോട് ചേർന്നുള്ള ഈ പ്രദേശത്തെല്ലാം ഈ പുഴയുടെ അരികാണിത്. പുഴയുടെ ചേർന്ന് കിടക്കുന്ന ചതുപ്പ് നിലമാണിത്. ഈ ചതുപ്പ് നിലത്തോട് ചേർന്നുള്ള ചുടുവാലത്തൂർ മൈത്രി നഗറിലെ വീടുകളാണ് ഇപ്പോൾ കണ്ടത്. ആ വീടുകളിലൊക്കെ പകുതിയോളം തന്നെ ഇന്നലെ ഉച്ചവരെ വെള്ളത്തിനടിയിലായിരുന്നു. അവരിന്നും തിരിച്ചെത്തിയിട്ടില്ല. സെക്രട്ടേറിയറ്റ് കോളേജിനകത്താണ് ഇപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ചുമരിനോളം പകുതിയും എല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. അവർക്ക് ഉള്ളിലേക്ക് കയറാൻ പോലും കഴിയാത്ത ഭീകരമായ വെള്ളക്കെട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ബൈക്കുകളും 2 വീലറുകളും എല്ലാം വെള്ളത്തിനടിയിലാണ്. ഭാഗങ്ങളൊക്കെ ഈ കാണുന്ന കിണറും ഈ വീടിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെ കിണറുകൾ ഉൾപ്പെടെയുള്ളവ, അടുക്കളയും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ പ്രദേശമായിരുന്നു ഇത് ഓൾമോസ്റ്റ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വീടുകളിലെല്ലാം ക്ലീനിങ്ങും ശുചീകരിച്ച് വെള്ളം കയറിയ പ്രദേശമെല്ലാം ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ വെള്ളം കയറിയ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കള്ളുഷാപ്പ് റോഡിലെ വീടുകളാണിത്.
അവിടെ ആ വീട്ടിലെ ഒരു കാറ് എന്താ കാറിന് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. കമ്മാനെന്നാ പറയാ. പണ്ട് പശുക്കളൊക്കെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് മറ്റേ കമ്മാനാണ്. ഈ വെള്ളമൊക്കെ ആ വഴിക്ക് വരേണ്ടതാണ്. ആ വെള്ളം പൊട്ടിയിട്ട് ഇതിലാണ് വരുന്നത്, ഇതിൽ ചാടിയിട്ട് വരുന്നത്. അപ്പൊ ഇതെന്താ പറയുക, ഈ ഇതിൽ കൂടെ പോകാൻ ആകെ 2 ഓവേ ഉള്ളൂ. ഈ ഓവ് മറ്റേ എന്താ കടക്കാൻ വഴിയില്ല, ഈ വെള്ളം പോകാനുള്ള വഴിയില്ല. അങ്ങനെ വെള്ളം ഇങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ആ കമ്മാനം ഒന്ന് ശരിക്കും വൃത്തിയായിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ വെള്ളം ആ വഴിക്ക് പോയിക്കോളും. ഇവിടെ ഇപ്പം നമ്മൾ അമ്പലക്കുളം, ഇവിടെ വിഷുവിൻ്റെ അമ്പലത്തിൻ്റെ കുളം, ആ കുളത്തിലത്തെ വെള്ളം മാത്രമേ ഈ വഴിക്ക് പോകുള്ളൂ. ആ വെള്ളം പോയി ഈസിയായിട്ട് ഈ 2 ഓവ് കൂടെ പോകും. പക്ഷെ ആര് വരുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ആരും അതിന് ചെയ്യുന്നില്ല. ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്, 2018 ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി റെയിൽവേന്റെ പണി വരാണെങ്കിൽ ആ കമ്മാനത്തിന്റെ അവിടെ അടയ്ക്കവര് ആ സമയത്ത് ഒരു തവണ കയറിയിട്ടുണ്ട്. ഇത് വരുന്നവരുടെ അടുത്തൊക്കെ പറയാതെ, അത് ആദ്യം ഒരു കൗൺസിലർ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അയാള് അതിന് എക്സ്പെൻസ് കൂടുതലാണ്, നമ്മുടെ കുണ്ടുകാട്ടിൻ്റെ അവിടുന്ന് ഇതുവരെ കൊണ്ടുവരുന്നത്. പക്ഷെ അത് എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവര് അത് അന്ന് ചെയ്തില്ല. ഇത് ആ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ ഇല്ല. ഇവിടെ ഇപ്പോൾ 10-15 കുടുംബങ്ങളുണ്ട്. ഈ മഴ വരുമ്പോൾ പേടിച്ചുള്ള ജീവിതമാണ്. പകുതിയോളം ബൈക്കിന്റെ പകുതിയോളം വെള്ളത്തിലാണ് അത് യാത്ര ചെയ്യുന്നത്. ഇവര് ഇപ്പോഴും വെള്ളം ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. പല വീടുകളും ഇപ്പോഴും ആളുകളില്ല. അവർ പല ബന്ധുവീടുകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലൊക്കെ ആയിട്ടാണ് ഇപ്പോഴും താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകൾ ഉൾപ്പെടെ വീടിൻ്റെ മുമ്പിലുണ്ട്. ഒഴുകിയെത്തിയ തേങ്ങയും മറ്റ് ഉപേക്ഷിച്ച വസ്തുക്കളുമെല്ലാം ഇപ്പോഴും വീടുകൾക്ക് മുമ്പിൽ തന്നെയാണ്. കഴിഞ്ഞ നേരത്തെ ഇവിടുത്തെ ഒരാൾ പങ്കുവച്ചതുപോലെ മഴ വരുമ്പോൾ പേടിയോടെ മാത്രമാണ് ഇവിടെയുള്ളവർ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ഇന്ന് അവർ വീടിനകമെല്ലാം ശുചീകരിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. ചില വീടുകൾ ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്, ആരും തിരിച്ചെത്തിയിട്ടില്ല. ഒരു ദിവസം കൂടി മഴ മാറി നിന്നാൽ ഒരുപക്ഷെ അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വെള്ളം ഒലിച്ചു പോകാതിരിക്കാനുണ്ടായ കാരണം ഡ്രൈനേജ് അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ഇവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ ഒഴുകി പോകുമായിരുന്നു, ഈ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കില്ലായിരുന്നു എന്നെല്ലാമാണ് ഇവരുടെ ആശങ്കയായി ഇവർ പങ്കുവയ്ക്കുന്നത്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.